ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ് എക്സ്പെക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയാം. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. കുറേ വീഡിയോസ് എനിക്ക് കിട്ടാനുണ്ട്. അപ്പം കുറച്ച് ടൈം എടുക്കുമെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ ചെയ്യും, നാളെ മറ്റന്നാളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നില്ലേ, അതായത് നമ്മുടെ ബർത്ത്ഡേൻ്റെ മുന്നേ ആയിട്ട് എടുത്ത ഫോട്ടോസ് കണ്ടിട്ട് ഒരുപാട് പേര് എന്നോട് അടിപൊളി എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഞാനിങ്ങനെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആവും കേട്ടോ. കാരണം എൻ്റെ ഫേസ് ഫോട്ടോജനിക് കാണുമോ എന്ന് വരെ എനിക്ക് ഡൗട്ട് തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെ എൻ്റെ ഫോട്ടോസ് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ കഴിവുള്ള ഫോട്ടോഗ്രാഫേഴ്സ് വന്നാൽ ഏതൊരാളെയും സുന്ദരിയാക്കാം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത്. അതുകൊണ്ട് സൗണ്ടൊന്നും ഒട്ടും പുറത്തേക്ക് വരുന്നില്ല. നല്ല പോലെ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു, ഐസ് വാട്ടറും കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ മനസ്സിലൊരു തീമുണ്ടായിരുന്നു, ഒരു വിൻറ്റേജ് സ്റ്റൈൽ എടുക്കാം എന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂമിനാണ് ഞങ്ങൾ വന്നത്. അവർ പറഞ്ഞ കളേഴ്സും തപ്പി കുറേ ഷോപ്പിൽ ഇതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു, ഒന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഒരു ഹസ്ബൻഡാണെന്ന് ട്രെൻഡ്സ് പോയി നോക്കാമെന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ കറക്റ്റ് അങ്ങേർക്കെല്ലാം കിട്ടി, നമുക്കൊന്നും കിട്ടിയില്ല. മോനൊരു ടീഷർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്തത്. പക്ഷേ മോക്കെടുത്ത് അവൾക്കത് ഇഷ്ടപ്പെട്ടില്ല. വീട്ടിലെത്തിയപ്പോൾ അവൾ ഇടുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ വേറൊരു ടോപ്പ് പിന്നെ എടുക്കുമായിരുന്നു. ഷോപ്പിങ്ങിന് കയറി കഴിഞ്ഞാൽ അപ്പം എൻ്റെ മോന് വിശക്കാൻ തുടങ്ങും. അപ്പം തന്നെ ഞങ്ങൾ ട്രയൽ റൂമിൽ പോവും, പാലൊക്കെ കൊടുത്ത് ചെക്കൻ്റെ മൂടൊക്കെ ശരിയാക്കിയിട്ടാണ് പിന്നെ ഞങ്ങൾ ബാക്കി ഷോപ്പിംഗ് നടത്തുക. അല്ലെങ്കിൽ അവനൊന്നിനും സമ്മതിക്കില്ല. പാലൊക്കെ കുടിച്ച് അവനൊന്ന് ഉഷാറായി. ഇനി ട്രെൻഡ്സിൻ്റെ കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ജെൻസിനും ലേഡീസിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അവിടെ കുറേ ഐറ്റംസ്, നമ്മളെ വെസ്റ്റേൺ വെയർസ് ഒരുപാടുണ്ട്. അതിനൊക്കെ ഏകദേശം 1000 ബിലോ ആണ് എല്ലാത്തിനും റേറ്റ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഈ ചുരിദാർ കുർത്തി സെക്ഷനിലൊക്കെ പോകുന്ന സമയത്ത് എനിക്കൊന്ന് ഭയങ്കര റേറ്റ്. സാധാ ഒരു കുറച്ച് വർക്കൊക്കെ ഉള്ള ഒരു ടോപ്പ് എടുക്കുമ്പോൾ തന്നെ ഒരു 2000-3000 ഒക്കെ റേറ്റ്. അതിന് മാത്രം എന്തുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോവും. പിന്നെ പിള്ളേരത് ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, ഒരുപാട് ഡ്രസ്സും കാര്യമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. മോളൊരു 10-15 സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 3-4 എടുത്ത് കൊടുത്തു. കാരണം അവൾക്ക് ടോപ്പ് ഇല്ലായിരുന്നു ജീൻസിനിടാൻ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് കുറച്ച് നല്ലത് കണ്ടപ്പം എടുത്തു. പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ആരുട്ടിക്ക് എവിടെ നിന്നാണ് ഡ്രസ്സ് എടുക്കാറ്, എങ്ങനെയാണ് ഇവളെ സ്റ്റൈൽ ചെയ്യുന്നതെന്നൊക്കെ. അപ്പം ഞാൻ പൊതുവെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധികം ഡ്രസ്സ് എടുക്കാറ് ഹോപ്പ് സ്കോച്ചിൽ നിന്നാണ്. അതല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പോകുമ്പം കാണുന്ന ഡ്രസ്സാണ് എടുക്കാറ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ എടുക്കും. പിന്നെ അധികം ഞാൻ തന്നെയാണ് സ്റ്റൈൽ ചെയ്യാറ്. എന്തെങ്കിലും കണ്ടിട്ടോ എങ്ങനെ എന്തെങ്കിലും എനിക്ക് തോന്നുന്ന പോലെ ഞാൻ സ്റ്റൈൽ ചെയ്ത് കൊടുക്കാറാണ്. അപ്പോൾ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബാങ്ക് ഓഫ് ബറോഡയിലേക്കാണ്. ട്രെൻഡ്സിൻ്റെ നേരെ മേലായിട്ട് തന്നെയാണ് കേട്ടോ ഈ ബാങ്ക് ഓഫ് ബറോഡ ഉള്ളത്. പൈസ എടുക്കാനോ കൊടുക്കാനോ ഒന്നുമല്ല കേട്ടോ. എൻ്റെ ഏട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോൾ ട്രെൻഡ്സിൽ വന്നാലും ഞങ്ങൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ഒന്ന് ഹാജർ കൊടുക്കാറുണ്ട്. അതല്ലെങ്കിൽ ഏട്ടൻ ട്രെൻഡ്സിൽ വന്ന് ഹാജർ തരാറുണ്ട്. ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ ക്രിസ്മസിന് വേണ്ടി എല്ലാ പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഇങ്ങനെ സ്റ്റാർസൊക്കെ തൂക്കി ഈ ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമായിരുന്നു ബാങ്ക്. ഏട്ടനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മമ്മയും വേണ്ട പപ്പയും വേണ്ട, അവൻ്റെ മാമ മതി. പിന്നെ ഞങ്ങളൊന്നും കണ്ട് പരിചയം പോലും കാണിക്കാറില്ല. ഏട്ടനാണെങ്കിൽ ഇവനെ ഓരോരുത്തരെടുത്ത് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ ഒരു തട്ടുകടയിലേക്കാണ് വിട്ടത്. തട്ടുകട എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എപ്പോൾ തട്ടുകടയിൽ പോയാലും ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് വെക്കും. എൻ്റെ ഫോണിൽ ഒരുപാട് ഇങ്ങനത്തെ വീഡിയോ ഉണ്ട്. എനിക്ക് ഇവരിങ്ങനെ ഉണ്ടാക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് വീട്ടിൽ വന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാറുണ്ട് ഇടയ്ക്ക്. പക്ഷെ എനിക്ക് ഈ ടേസ്റ്റ് കിട്ടാറില്ല. ചിലപ്പോൾ ചൂടോടെ ഉണ്ടാക്കി ഇലയിലൊക്കെ തരുമ്പം ആ ഒരു ടേസ്റ്റും ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. അങ്ങനെ ഒരു പ്ലേറ്റ് ഞാൻ ഈസി ആയിട്ട് കാലിയാക്കി. എൻ്റെ ഹസ്ബൻഡിനൊരു പ്രത്യേകത ഉണ്ട്. ഞാനിപ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങി അത് ഫുൾ കഴിക്കുകയാണ്, ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റോടെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ എനിക്ക് ഒന്നുകൂടി വാങ്ങിത്തരും. അങ്ങനെ ഒരു പ്ലേറ്റ് ഞാൻ പെട്ടെന്ന് കാലിയാക്കിയത് കണ്ട് എൻ്റെ ആ ഒരു കഴിവ് മനസ്സിലാക്കി എനിക്ക് ഒരു പ്ലേറ്റ് കൂടെ വാങ്ങി തന്നു. അതും ഞാൻ വേഗം തന്നെ കാലിയാക്കി അങ്ങ് കൊടുത്തു. സാധാരണഗതി 2 ദോശയിൽ കൂടുതൽ എനിക്ക് കഴിക്കാനേ പറ്റാറില്ല. പക്ഷെ അന്ന് ഞാൻ കഴിച്ചത് 4 ദോശയാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാനും എൻ്റെ മോളും കൂടെ സുഡിയോയിൽ പോയി. ഞാൻ പറഞ്ഞല്ലോ, ട്രെൻഡ്സിൽ നിന്ന് ഞങ്ങൾക്കുള്ള ഡ്രസ്സൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹസ്ബൻഡിനെല്ലാം കിട്ടി, മോന് ഒരു ടീഷർട്ടും കിട്ടി, ബാക്കിയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സുഡിയോ പോയ സമയത്ത് ഞങ്ങൾക്ക് വേണ്ട ഒരുവിധം ഐറ്റംസ് എല്ലാം നമുക്ക് കിട്ടി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ ഷൂട്ട് എത്തി. ഇതൊക്കെയായിരുന്നു നമ്മൾ വാങ്ങിയ സാധനങ്ങൾ. അങ്ങനെ നമ്മൾ പെട്ടിയും ചട്ടിയും കുട്ടികളെയൊക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി. 4 മണിക്കായിരുന്നു നമ്മളോട് ഷൂട്ട് പറഞ്ഞത്. ഞങ്ങൾ എത്ര മണിക്കെത്തി? ഷാർപ്പ് 4 o'clock. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, നേരം വൈകി വന്നാൽ പിന്നെ ഒരു പിക്കും നല്ല വൃത്തിക്ക് കിട്ടില്ല എന്ന് കർശനമായി തന്നെ ഫോട്ടോഗ്രാഫേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നോക്കാതെ ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. സെൽഫ് മേക്കപ്പാണ് ഗൈസ്, കുറച്ച് ഓവറാണെന്നറിയാം.
കുറച്ച് ഓവറായാലല്ലേ ആളുകൾ ശ്രദ്ധിക്കൂ. അതുകൊണ്ടല്ല കേട്ടോ, ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഓവറാക്കി ഇട്ടാലേ ഫോട്ടോയിൽ കുറച്ച് വൃത്തിയിൽ കിട്ടൂ. എനിക്ക് മോൻ്റെ കാര്യത്തിൽ അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, അവന് പ്രോപ്പറായിട്ട് ഉറക്കവും ഫുഡൊക്കെ വയറ് നിറച്ച് ഫുഡും പാലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ പിന്നെ ആൾ ഓക്കെയാണ്. കുറച്ച് നേരത്തേക്ക് പിന്നെ അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. പിന്നെയും വിശപ്പും ദാഹവും ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാലാണ് വീണ്ടും കരച്ചിലും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ വീണ്ടും നമ്മൾ ഈ സെയിം സംഭവം പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അവൻ ആക്റ്റീവായി. അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. എല്ലാം നമ്മൾ പറയുമ്പോൾ ഭയങ്കര ഈസിയാണ്, പക്ഷേ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും എൻ്റെ ആരുമോള് ചെറുപ്പത്തിലുള്ള ആ ഒരു അവസ്ഥയല്ല. അവൾ ഏതു നേരം കരച്ചിലായിരുന്നു. ഇവൻ അങ്ങനെയില്ല. മോളുടെ ഒന്നും ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു ഫോട്ടോസൊന്നും എനിക്ക് കിട്ടിയിട്ട് പോലും ഇല്ല. കാരണം അവൾ നിൽക്കില്ലായിരുന്നു. ഒന്നാമത് അവൾ ജനിച്ചത് ഒരു കൊറോണ സമയത്താണ്. അപ്പോൾ നമ്മൾ ഫുള്ള് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൻ്റെ ഉള്ളിലായിരുന്നു. പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആളുകളായിട്ട് മിണ്ടാനൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇവക്ക് ആളുകളെ കാണുമ്പോൾ പേടിയായിരുന്നു. ആരെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ അവൾക്ക് ടെൻഷൻ കൊണ്ട് കരച്ചിലും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് ക്രമേണ മാറി ഒക്കെ റെഡിയായി വന്നു. അങ്ങനെ നമ്മളെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് എവിടെ സ്ഥലമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുമോ എന്നറിയില്ല. കാലിക്കറ്റ് ഉള്ളവർക്ക് ഏകദേശം പിടികിട്ടി കാണും. ഇത് നമ്മുടെ ഇടവണ്ണപ്പാറയാണ് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ ഒരുപാട് സ്ഥലത്തുനിന്ന് ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. ബ്രൈഡൽ ഷവർ, ബേബി ഷവർ, പിന്നെ ബർത്ത്ഡേ ഫോട്ടോഷൂട്ട്, അങ്ങനെ പലതും നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വെയിലിന് തീരെ ഒരു ചൂടില്ലാത്ത പോലെ തോന്നും. തീരെ വേർക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മോക്ക് ചില സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റേയുവിൻ്റെ ഫോട്ടോ എടുത്തതിനേക്കാളും ഡബിൾ ഫോട്ടോസാണ് ആരുട്ടീൻ്റെ എടുത്തത്. അതിപ്പം ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മോൻ്റെ ഡേ അല്ലേ, അപ്പം അവനൊന്ന് സ്റ്റാർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നമ്മളെ കൂടെ വന്ന 4 പേരും നല്ല അടിപൊളി ആൾക്കാരായിരുന്നു. നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇവരൊക്കെ നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു. ആരുമോളും ഇവരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ എനിക്ക് ഇവരെ സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇവരെടുത്ത് 1-2 പിക്ക് ഞാൻ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഞാൻ സത്യം പറയണ ഇവരുടെ ഫാനായി. പിന്നെ ഞാൻ ഉറപ്പിച്ച് നമ്മളെ ഫോട്ടോഷൂട്ട് ഇവർ തന്നെ നടത്തിയാൽ മതിയെന്ന്. ഒരു ഫോട്ടോ നന്നാവണമെങ്കിൽ ഒരാൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ മാത്രം വിചാരിച്ച ഒരു നല്ല ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ കിട്ടില്ല. അതിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം അല്ലേ? അതിന് വേണ്ടത് ഫോട്ടോഗ്രാഫറും അല്ലെങ്കിൽ ഈ ഫോട്ടോ എടുക്കാൻ വരുന്ന ആളും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുമെന്നാണ്. ഞങ്ങൾ ഫോണിൽ കൂടെ മാത്രം സംസാരിച്ച് ഡീലാക്കിയതല്ല കേട്ടോ. ഇവർ നേരെ നമ്മളെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ അവിടെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ആയതിന് ശേഷമാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല കംഫർട്ടായിരുന്നു ഇവരുടെ അടുത്ത്. ഞാൻ മാത്രമല്ല, എൻ്റെ പിള്ളേരാണെങ്കിലും എൻ്റെ ഹസ്ബൻഡാണെങ്കിലും എല്ലാവരും ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്ന പോലെ നമ്മൾ എല്ലാ രീതിക്കും നിന്നു കൊടുത്തു. കുറച്ച് നേരമൊക്കെ ചെക്കൻ നല്ല പോലെ നിന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അവൻ്റെ മൂഡ് മാറിയപ്പം ആകെ പ്രശ്നം വഷളായി. അപ്പം ഞാൻ വിചാരിച്ചു നല്ല പിക്സ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല, ഇവൻ ഇത്ര കരഞ്ഞലമ്പാക്കുമ്പോൾ എങ്ങനെ പിക്ക് കിട്ടാനാന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഫൈനൽ റിസൾട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഇവരിതൊക്കെ ഇങ്ങനെ ഒപ്പിച്ചു എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചത്. പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ, കാറ് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ പാടില്ല, കുറച്ച് ദൂരെയായിട്ടാണ് വെച്ചത്. അപ്പം അവൻ്റെ ഫുഡ് ഐറ്റംസൊക്കെ അതിലായിപ്പോയി. പിന്നെ പാല് കൊടുക്കണമെങ്കിലും കുറച്ച് ദൂരത്ത് പോയി അല്ലെങ്കിൽ കാറ് പോയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ. അവിടുന്ന് തുറസായൊരു സ്ഥലമാണല്ലോ, അപ്പം നമുക്ക് അവിടുന്ന് ഇവിടെ ഇരുന്ന് പാല് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഒരു പ്രശ്നം പറ്റി. എന്നിട്ടും ഞാൻ എങ്ങനെയൊക്കെയോ പാലൊക്കെ കൊടുത്തു. അമ്മേൻ്റെ സാരി വെച്ച് ഫുള്ള് കവർ ചെയ്ത് ഞാൻ മെല്ലെ അതിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ കുറച്ച് പാലൊക്കെ കൊടുത്ത് അവനൊന്ന് റെഡിയാക്കി. പിന്നെ അവൻ റെഡിയായിട്ട് വന്നു. പക്ഷെ വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. എന്തെങ്കിലും കൊടുക്കാണ്ട് അവൻ പിന്നെ ഒന്നും അടങ്ങി നിൽക്കില്ല. അങ്ങനെ ഷൂട്ടിന് കൊണ്ടുവന്ന ആപ്പിളൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുത്തു. എല്ലാം കഴിഞ്ഞ് അവൻ്റെ മൂടൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഇരുടാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ലൈറ്റ് ഇല്ലാണ്ടാകുമ്പോൾ ഫോട്ടോസ് അത്ര വൃത്തിയിൽ കിട്ടില്ല. എന്നാലും അവർ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പോട്ടാണ്. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഞാനവിടെ നിന്ന് ഇങ്ങനെ ചുറ്റും നോക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഒരു ബസ്സിലൊക്കെ വന്നിട്ട് ഒരു വലിയ ഷീറ്റൊക്കെ വിരിച്ച് അതിൽ ഫുഡൊക്കെ വെച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. കുട്ടികൾ ഓടിക്കളിക്കുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ ബോട്ടൊക്കെ പോകുന്നത് കാണാം. രാത്രിയൊക്കെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ബോട്ട് കംപ്ലീറ്റ് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ട്
നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കുറേ ആൾക്കാർ ഡാൻസൊക്കെ ചെയ്ത് നല്ല നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നീ ഇങ്ങനെ പറയായിരുന്നു ശരിക്കും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയൊരു സ്പോട്ടാണ്, നമുക്ക് ഇനിയും വരണം. ശരിക്കും ഫോട്ടോഷൂട്ട് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അങ്ങനെ എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഒന്നും കാണാനോ ഒന്നിനും പറ്റിയിട്ടില്ല. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നു. ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ തന്നെ നൈറ്റായി. അപ്പം തന്നെ ഞങ്ങൾ പോവുകയും ചെയ്തു. ഇങ്ങനത്തെയൊക്കെ നല്ലൊരു ഫോട്ടോ കിട്ടാൻ അവിടെ ഞങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നേരം ഡാൻസ് കളിച്ചു കൊടുക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും മുഖം കൊണ്ട് കോപ്രായം കാണിച്ചു കൊടുക്കും. പിന്നെ ഇങ്ങനെ പേരൊച്ചത്തിൽ വിളിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കാണിച്ചു കൊടുക്കും. അല്ലെങ്കിൽ അവൻ നേരെ നോക്കുകയില്ലായിരുന്നു. ഞങ്ങൾ മാത്രമല്ല കേട്ടോ കഷ്ടപ്പെട്ടത്. ഞങ്ങൾ ഒരുവിധം തോറ്റ് പിന്മാറിയിരിക്കുന്ന സമയത്ത് പിന്നെ ഇവരിറങ്ങും. പിന്നെ ഇവരാണ് ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നതും കളിപ്പിക്കുന്നതും ഒക്കെ. നമ്മളെ ലൈഫിൽ ഏതൊരു കാര്യവും നമ്മൾ എളുപ്പത്തിൽ നേടാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ജസ്റ്റ് ഈ ഫോട്ടോ എടുക്കുന്ന കാര്യം വെച്ചിട്ട് ഞാൻ പറയല്ല കേട്ടോ. പക്ഷേ ഇതും ഒരു എക്സാമ്പിളാണ്. പക്ഷേ ഈ കഷ്ടപ്പാടിൻ്റെയൊക്കെ അവസാനം നമുക്കൊരു ഗുഡ് റിസൾട്ട് കിട്ടുന്ന സമയത്താണ് നമ്മളൊന്ന് ഹാപ്പി ആവുക. അങ്ങനെ ഒരു ഗുഡ് റിസൾട്ട് തന്നെയാണ് നമ്മളെ ഈ ഒരു ഫോട്ടോഷൂട്ടിൽ നമുക്ക് കിട്ടിയത്. അവരെടുത്തു തന്ന എല്ലാ ഫോട്ടോസും ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഇവിടെ വേറൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമുക്കൊരു ഫോട്ടോഗ്രാഫേഴ്സ് വന്ന് ഫോട്ടോ എടുത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവരെ പിന്നാലെ നടക്കണം. ഒന്ന് ഫോട്ടോ എഡിറ്റ് ചെയ്ത് തരുമോ, ഒന്ന് അയച്ചു തരുമോ എന്ന് വെച്ച് ഇങ്ങനെ നടക്കണം. ഞാൻ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനെയും ആക്ഷേപിക്കില്ല കേട്ടോ, പക്ഷെ ചിലരുണ്ട് അങ്ങനെ. അപ്പം എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇതിന് മുന്നേ. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി കുറച്ച് നേരം ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്ക് തന്നെ ഫോണിലേക്ക് കുറേ ഫോട്ടോസ് അവർ എഡിറ്റ് ചെയ്ത് അയച്ചു തന്നു. അതും തട്ടിക്കൂട്ട് വർക്കോ കാര്യങ്ങളോ ഒന്നുമല്ല, നല്ല പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്ത് നമുക്ക് അയച്ചു തരികയാണ് ഉണ്ടായത്. എൻ്റെ ഫോട്ടോസ് കണ്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതാരാ ചെയ്തത്, എന്താണ് റേറ്റ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞാൻ അവരുടെ ഡീറ്റെയിൽസ് എന്താണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ തന്നെ നേരിട്ട് ചോദിച്ചോളൂ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ കണ്ടില്ലേ, ഇതുപോലത്തെ കുറേ വീഡിയോസും ഫോട്ടോസും എൻ്റെ ഫോണിൽ നിറച്ചുണ്ട്. എൻ്റെ മോൻ്റെ ഫോട്ടോസിൻ്റെയും വീഡിയോസിനേക്കാളും കൂടുതൽ എൻ്റെ മോളുടെ ഫോട്ടോസും വീഡിയോസുമാണ് എൻ്റെ ഫോണിലുള്ളത്. അവൾ ഇങ്ങനെ ആർക്കും ഫോട്ടോയ്ക്ക് ഇരുന്ന് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാ തിരക്കും കഴിഞ്ഞ് അതൊക്കെ ഒന്ന് എടുത്ത് നോക്കണം. അവരിടാവുന്നവരെ മാക്സിമം ഫോട്ടോസ് നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അവരെടുത്ത ഉടനെ ഇങ്ങനെ കാണിച്ചിരുമ്പോൾ തന്നെ എനിക്ക് ആരുട്ടിൻ്റെ ഫോട്ടോസ് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു മോഡൽസൊക്കെ നിൽക്കുന്ന പോലെയാണ് അവൾ നിന്നു കൊടുത്തത്. അവൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയും കംഫർട്ടും ആയിരുന്നു അവരുടെ അടുത്ത്. അത് ഞാൻ ഇപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതിൽ ഞാൻ അറ്റാച്ച് ചെയ്യുന്നില്ല, കാരണം അത് എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ബർത്ത്ഡേക്ക് മോൻ്റെതല്ലായിരുന്നു നമുക്ക് ആദ്യം വേണ്ടത്, അപ്പം ഞങ്ങൾ ആദ്യം അതാണ് ചെയ്യിപ്പിച്ചത്. ഇനി മോളതൊക്കെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടോ, ഒന്ന് എഡിറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കണം എന്നുണ്ട്. ചേച്ചി എവിടെ എന്താ? അതിൻ്റെ ഇടയിൽ കൂടെ പോയി ഞാനും കുറച്ച് സിംഗിൾ പിക്സ് ഒപ്പിച്ചു. ഇത് കണ്ട് എൻ്റെ കെട്ടിയവൻ കുറേ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ഒന്നുപോലെ എടുത്തില്ല എന്ന്. അതിന് പ്രതികാരമായിട്ട് ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫോട്ടോഗ്രാഫറിനെയും കൊണ്ട് നമ്മളെ ഫ്ലാറ്റിൻ്റെ നേരെ മുകളിലൊരു ഏരിയ ഉണ്ട്, അവിടെ പോയിട്ട് കുറേ ഫോട്ടോ എടുപ്പിച്ചു. നല്ല അടിപൊളി ഫോട്ടോസായിരുന്നു അത്. ആ ഫോട്ടോസെല്ലാം ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ വേറൊരു കോസ്റ്റ്യൂമിലും കൂടി നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ തീരെ സമയം കിട്ടില്ല. അപ്പോഴത്തേക്കും അവിടെ ഇരുടായപ്പം ഇവർക്ക് ലൈറ്റ് പോയതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ വേഗം പോയിട്ട് മോനും മോക്കുള്ള ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു. അവർക്ക് അതുകൊണ്ട് ഒരു ഫോട്ടോസ് അധികം കിട്ടി. ആ ഡ്രസ്സിലുള്ള ഫോട്ടോസ് എനിക്കധികം കിട്ടിയിട്ടില്ല. എനിക്ക് ഒന്നെങ്കിൽ ഇരുടായതുകൊണ്ട് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഞാനും പിന്നെ നോക്കാൻ പോയിട്ടില്ല. നിങ്ങൾ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ മോളെ വീഡിയോ അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ അടുത്ത കോസ്റ്റ്യൂമിലേക്ക് കിടക്കുകയാണ്. ഞാൻ ഈ ഒരു ഡ്രസ്സ് വാങ്ങിയത് ഓൺലൈനിൽ നിന്നായിരുന്നു. ഞാനത് മോന് വെച്ച് നോക്കാൻ വിട്ടുപോയി. ഞാൻ സാധാരണ വാങ്ങുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ലായിരുന്നു, പക്ഷെ ഇത് കുറച്ച് അരഭാഗത്ത് കുറച്ച് ടൈറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡ്രസ്സിൽ മോൻ അത്ര കംഫർട്ട് അല്ലായിരുന്നു. പിന്നെ ആ ഡ്രസ്സിൽ അധികം നേരം ഷൂട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു 10 മിനിറ്റോളം മാത്രമേ ഞങ്ങൾ അവിടെ നിന്നിട്ടുള്ളൂ, കാരണം അപ്പോഴേക്കും ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവരെ ഫോട്ടോസൊന്നും വൃത്തിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവരങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അവരെ മാത്രമല്ല നമ്മുടെ മോനെ അത്ര ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു. അത്രയും നേരം തന്നെ ഇങ്ങനെയൊക്കെ നിന്ന് തന്നല്ലോ എന്നുള്ള ഒരൊറ്റ സമാധാനം മാത്രമേ ഉള്ളൂ.
എനിക്ക് ഈ സ്ഥലം വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പണ്ടൊന്നും എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയിരിക്കുന്ന ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്കിത് ഇങ്ങനത്തെ എന്താ പറയുക സമാധാനം കിട്ടുന്ന കുറച്ച് സ്ഥലത്ത് പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഞാൻ സമാധാനം കിട്ടാതെ അലഞ്ഞ് നടക്കുകയാണെന്ന്. അങ്ങനെയല്ല. ഇപ്പം സത്യം പറഞ്ഞാൽ വീട്ടിൽ എപ്പോഴും ഒരു ബഹളമാണ്. 2 കുഞ്ഞു പിള്ളേരുള്ള വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് വന്ന് എവിടെയെങ്കിലും വന്നിരിക്കാൻ തോന്നാറുണ്ട്. പക്ഷേ എനിക്ക് അതിൽ വിഷമോ കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ലൈഫിൻ്റെ ഈ ഒരു ഫേസ് വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ മോൾക്ക് 5 വയസ്സായത് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷത്തിനും അതിൻ്റേതായ വാല്യൂ കൊടുത്ത് ആസ്വദിച്ച് തന്നെ ജീവിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് വരും ഇതൊക്കെ. കുട്ടിയെ നോക്കാൻ കുറേ മാമന്മാരുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു അവിടുത്തെ ഈവനിങ് വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഹോട്ടലിലേക്കാണ് കേട്ടോ. കുറേ നേരത്തെ അധ്വാനമല്ലേ, നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു മമത റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ ഫീഡ് ചെയ്യാനും മറ്റു സൗകര്യം ഉള്ളതുകൊണ്ട് മോനും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ആരുട്ടിയുടെ ഏട്ടന്മാരോടൊക്കെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ 2 കൂട്ടരും 2 വഴിക്ക് തിരിഞ്ഞു. നല്ല അടിപൊളി ഒരു ദിവസമായിരുന്നു. ഒരു നല്ല സ്ഥലം, ചുറ്റും നല്ല ആൾക്കാർ, കുറേ നല്ല മൊമെൻറ്റ്സ്, പിന്നെ നല്ല ഫുഡും. പിന്നെ എന്ത് വേണം, എനിക്ക് സന്തോഷിക്കാൻ ഇതൊക്കെ തന്നെ ഒരു ദിവസം ധാരാളമാണ്. അപ്പം നിങ്ങൾക്ക് ആ ഫോട്ടോസ് കാണണ്ടേ? 2000-ഓളം ഫോട്ടോസ് അവരെടുത്തിട്ടുണ്ടെന്നാണ് അവരുടെ അടുത്ത് പറഞ്ഞത്. അതിൽ നിന്ന് നല്ല നോക്കി എഡിറ്റ് ചെയ്ത ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. ബായ്.